എല്ലാവർക്കും നമസ്കാരം. ഏകദേശം ഒരാഴ്ചത്തോളമായി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് പേഴ്സണൽ വർക്കുമായി ഒരു ലോങ് ടൂറിലായിരുന്നു. ഇന്നലെയാണ് നാട്ടിൽ ലാൻഡ് ചെയ്തത്. ഓക്കെ, ഏതായിരുന്നാലും 2025 ഒരു ശുഭ പ്രതീക്ഷയാണ് മാർക്കറ്റ് നമുക്ക് നൽകുന്നത്. ഇന്നലെയും ഇന്നുമായി മാർക്കറ്റ് അത്യാവശ്യം, അതായത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 445 പോയിൻറ്റിൻ്റെ ഗെയിനാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ നിഫ്റ്റി 50-ലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ അതിൻ്റെ പെർഫോമൻസാണ്. പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ മാരുതി, അതേപോലെ ഏഷ്യർ മോട്ടോഴ്സിൻ്റെയൊക്കെ ഒരു റാലി, അതിൻ്റെ നല്ല ഒരു ഗെയിനാണ് ഇന്നും ഇന്നലെയുമൊക്കെ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ പിൻബലത്തിലാണ്. മാത്രമല്ല, ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 48 സ്റ്റോക്കുകൾ പോസിറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല ഒരു ശുഭപ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നോക്കൂ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ 445 പോയിൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ഒരു റിക്കവറിയാണ്. ഒരു റിക്കവറി മോഡിലാണ് മാർക്കറ്റ്. മാത്രമല്ല, ഇത് മറ്റുള്ള വേൾഡ് മാർക്കറ്റുകളെ ആശ്രയിക്കാതെയാണ് ഇന്ന് നിഫ്റ്റി സ്വന്തമെന്ന നിലയിൽ റിക്കവർ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ഗെയിനാണ്. അതേസമയം ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് രാവിലെ മോർണിംഗ് ടൈമിൽ നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് 550 പോയിൻറ്റോളം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിഫ്റ്റി ഫിനാൻസ് നല്ല 400 പോയിൻറ്റോളം അപ്സൈഡിലേക്ക് വന്നിട്ടുണ്ട്. മിഡ് ക്യാപ് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് എക്സ് ആണെങ്കിലും എല്ലാം സെൻസെക്സ് 1500 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് മുന്നിലേക്ക് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത് ഒരു ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നതായിട്ടാണ്. ഇവിടെ നോക്കൂ, ഈ ഒരു ലൈന് നമ്മൾ പിടിക്കുകയാണെങ്കിൽ 1, 2, 3. ഓക്കെ, ഇനി വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് സോണിലാണ് ഇപ്പോൾ ചെറുതായിട്ടുള്ളത്. ഈ റെസിസ്റ്റൻസ് സോണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് വരും ദിവസങ്ങളിൽ 24,800 25,000 വരും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു റാലി നമ്മൾ 25,100 മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്വിങ് ഹൈയിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തുടർച്ചയായ ഒരു റാലി. ഇതിന് മുകളിൽ വരികയാണെങ്കിൽ ആൾ ടൈം ഹൈയിലേക്ക് എത്താൻ അധിക ദിവസങ്ങൾ വേണ്ടി വരില്ല. കേവലം മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് വരുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്ന ഒരു കാര്യം നോക്കും. ഈ കേവലം 2 ദിവസത്തിലെ ആ ഒരു ട്രേഡിംഗ് ആണ് കഴിഞ്ഞ മാസം, അതായത് 2024 ഡിസംബറിൽ നെഗറ്റീവ് ക്ലോസ് ചെയ്ത ആ ഒരു ക്യാൻഡലിൻ്റെ പകുതിയോളം ഇന്നും ഇന്നലെയുമായി റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വേറൊരു കാര്യം, കഴിഞ്ഞ നവംബറിൽ ബുള്ളിഷ് ഹാമർ ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തെങ്കിലും മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കണ്ടത്. പ്രത്യേകിച്ചും ഈ അമേരിക്കയുടെ ഫെഡറൽ പലിശ നയത്തിൽ വന്ന മാറ്റമാണ് FIers-നെ പൂർണ്ണമായും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഇന്നലെ പോലും FIers സെല്ലിംഗ് മോഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അതിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഓക്കെ, ഏതായിരുന്നാലും മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നല്ല ഒരു പ്രതീക്ഷയാണ് നമുക്ക് മാർക്കറ്റ് നൽകുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യാത്തതുകൊണ്ടും അനാലിസിസ് നടത്താത്തതുകൊണ്ടും നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ മാസം നമ്മൾ ഒരു 10-20 ദിവസത്തോളം നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതൊക്കെ നോക്കിയിരുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഏതായിരുന്നാലും നാളെ മുതൽക്ക് നമുക്ക് കറക്റ്റായിട്ട് ഇത് വാച്ച് ചെയ്യാം. നമ്മുടെ ലെവൽസിൽ ട്രേഡ് ചെയ്തിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ലോസാണ് സംഭവിക്കുന്നത്, മന്ത്ലി ടേൺ ഓവർ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഇനി നാളെ മുതൽ ഒന്ന് നോക്കാം. ഈ വരുന്ന മാസങ്ങളിൽ നമുക്ക് നോക്കാം. ഏതായിരുന്നാലും 2025 ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വർഷമായി അമയട്ടെ, നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് അഡ്വാൻസ് ആയിട്ട്. ഓക്കെ, മന്ത്ലി ടൈം ഫ്രെയിമിലേക്ക് വന്നു. നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിലേക്കാണ് ആദ്യം വരുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ 5 മിനിറ്റ്സ് ക്യാൻഡിൽ വാച്ച് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് ഒരു പഴയ ഒരു ട്രേഡിംഗ് ശൈലിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിനി 5 മിനിറ്റ്സ് അത്ര പ്രായോഗികമാകില്ല എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 15 മിനിറ്റ്സിൽ നമുക്ക് ഒന്നുകൂടെ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇവിടെ കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതിക്ക് ശേഷം 19-ാം തീയതി ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫിൽ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇന്ന് ഫിൽ ചെയ്തു. ഇവിടെ ലോ എന്ന് പറയുന്നത് 24,150
ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,226 അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഇതിന് മുകളിൽ എൻട്രി എടുത്തു പോകാം. 15 മിനിറ്റ്സിലാണെങ്കിലും 1 അവർ ടൈം ഫ്രെയിമിലാണെങ്കിലും നമുക്ക് ഇതിന് മുകളിൽ എൻട്രി എടുത്തു പോകാം എന്നാണ്. 24,230 മുകളിൽ. ഓക്കെ, 15 മിനിറ്റ്സിലും 1 അവർ ടൈം ഫ്രെയിമിലും. അതേസമയം ഡൗൺ സൈഡിലേക്ക് നമുക്ക് നാളെ ഈ ഒരു സ്വിങ്ങിന് താഴെ 23,920 താഴെ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാവുന്നതാണ്. 15 മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിന് താഴെ വരികയാണെങ്കിൽ 24,050 താഴെ വരികയാണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. 24,035 താഴെ മതി. 24,035 താഴെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഡൗൺ സൈഡിലേക്കും നിഫ്റ്റിയിൽ നമുക്ക് നാളെ എൻട്രി എടുക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. അതേ ദിവസം, അതായത് നമ്മൾ പറഞ്ഞ 19 ഡിസംബറിൽ ഗ്യാപ്പ് ഡൗൺ, ആ ഒരു ഗ്യാപ്പ് ശരിക്കും ഫിൽ ചെയ്തിട്ടില്ല. കേവലം ഒരു 10-20 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ ബാങ്ക് നിഫ്റ്റി താഴത്തേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായും നാളെ ഒരു ഫില്ലിംഗ് നടക്കുകയാണെങ്കിൽ ഇതിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 52,020 മുകളിൽ 52,020 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ ആണെങ്കിലും 15 മിനിറ്റ്സിലാണെങ്കിലും മുകളിലേക്ക് എടുത്തു പോകാം. 15 മിനിറ്റ്സിൽ നമുക്ക് അതിന് മുന്നേ ഇപ്പോൾ 51,600 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 52,020 എന്ന് പറയുമ്പോൾ ഒരു 400 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതിന് മുകളിൽ 51,680 മുകളിൽ, അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ മുകളിലേക്ക് വെച്ച് ഒരു സേഫ്റ്റി ആയിട്ട് നമുക്ക് 51,740 മുകളിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാൻ കഴിയും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലാണ് പറയുന്നത്. അതേസമയം ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഒരു ചെറിയൊരു സപ്പോർട്ട് സോണാണ് ഇവിടെ നിൽക്കുന്നത്, 51,470. ഓക്കെ, 51,470 ആകുമ്പോൾ ഒരു 150 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റേ ഉള്ളൂ. 470 ആ ഒരു റേഞ്ചിന് താഴെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് വരാവുന്നതാണ്. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് എൻട്രി ഉള്ളത്. ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 51,250 ഏകദേശം 400 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് അപകടം ചെയ്യും, നല്ലൊരു ക്രാഷ് വരണം. അതേസമയം നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കുകയാണെങ്കിൽ 51,260 1 അവർ ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്നും ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുത്ത് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓപ്ഷൻ ബയ്യേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയും അതേപോലെ തന്നെ സെൻസെക്സും നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റിയൊക്കെ ലോട്ട് സൈസ് കൂട്ടാണ്. ഇപ്പോൾ നിഫ്റ്റി ആൾറെഡി ലോട്ട് സൈസ് ഇപ്പോൾ 75 ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയും ലോട്ട് സൈസ് കൂടും, സെൻസെക്സും അതേപോലെ തന്നെ പഴയ ഒരു 10 തന്നെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നത്. ലോട്ട് സൈസ് 10 തന്നെയാണ്, അത് 20 ആകും. നിഫ്റ്റി മാത്രമാണ് ഇപ്പോൾ, നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റിയും മിഡ് ക്യാപ് നിഫ്റ്റി 50ലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അതേസമയം നിഫ്റ്റി 75 ക്വാണ്ടിറ്റിയും ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, സെൻസെക്സിൻ്റെ ചാർട്ടിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളത് 100 പോയിൻ്റ് സ്റ്റോപ്പ് ലോസാണ്. ബാങ്ക് നിഫ്റ്റി 80ഉം നിഫ്റ്റി 50ഉം ആ ഒരു ഫിക്സഡിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞ ഡിസംബറിൽ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. കാരണം കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ട്, നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 100 പോയിൻ്റ് എന്നുള്ളത് ഇപ്പോൾ സെൻസെക്സ് ട്രേഡാവുന്ന ആ രീതിയെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു പോസിറ്റീവ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ 80 മുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു 100 പോയിൻ്റ് എന്നുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ സെൻസെക്സ് കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിച്ച് ട്രേഡ് മുന്നോട്ട് എടുത്തു പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സെൻസെക്സിൽ നമുക്ക് നാളെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ എൻട്രി എടുത്ത് പോകാൻ കഴിയും 51,735 മുകളിൽ കേട്ടോ. ഇത് കുറച്ച്
മുകളിലേക്ക് വെക്കുന്നുണ്ട് 35. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് സെൻസെക്സിൽ ഇങ്ങനെ എൻട്രി എടുത്ത് പോകുന്നതാണ്. 51,600 ഇപ്പോൾ ഉള്ളത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് സംഭവിക്കുകയാണെങ്കിൽ ഇതിന് മുകളിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. 51,800 മുകളിൽ ഗ്യാപ്പ് അപ്പ്, അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലെവലിന് മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിലാണ് പറയുന്നത്. അതല്ലെങ്കിൽ അതിന് താഴെ തന്നെ എൻട്രി എടുത്ത് പോകാം. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ ഇനി ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ചെറിയ ഒരു ഇത് കൂടെയുള്ളൂ. 52,015 മുകളിൽ 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന് താഴെ ഒരു 51,400 എന്നുള്ളതൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇതിന് താഴെ നമുക്ക് എൻട്രി എടുത്ത് വരാൻ കഴിയും. 51,400 എന്ന് പറയുമ്പോൾ 51,380 ആ റേഞ്ചിലൊക്കെ ഓക്കെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഇത് 15 മിനിറ്റ്സിലും 1 അവർ ടൈം ഫ്രെയിമിലും നിങ്ങൾക്ക് ഈ ഒരു ലെവൽ തന്നെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. കറക്റ്റായ സമയത്ത്, അതായത് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാൻഡിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം അത് പിന്നീട് റീടെസ്റ്റ് നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി കൺഫേം കിട്ടിയതിന് ശേഷം മാത്രമേ എൻട്രി എടുത്ത് പോകാൻ പാടുകയുള്ളൂ. അതേസമയം ഇത് ക്രോസ് ചെയ്ത ഉടനെ ഇപ്പോൾ 52,015 എന്നുള്ളത് ഇപ്പോൾ ക്രോസ് ചെയ്തു. ഏകദേശം ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ 7:50 ടൈം. 8 മണിക്ക് ഈ ക്യാൻഡിൽ മാറും. അപ്പോൾ നമ്മൾ ഈ 8 മണിക്ക് മുമ്പ് തന്നെ ഇത് എന്ത് ചെയ്തു, 7:50 തന്നെ ഇപ്പോൾ 52,015 എന്നുള്ളത് ക്രോസ് ചെയ്തു. നിങ്ങൾ ആ സമയത്ത് തന്നെ എടുക്കരുത് എന്നാണ് പറയുന്നത്. 8 മണി ആയതിന് ശേഷം ഇത് എന്താണ്, ഈ ലൈനിന് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ 8 മണിക്ക് ശേഷം അത് വീണ്ടും താഴത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ എടുക്കരുത്. താഴെ വന്നിട്ട് വീണ്ടും തിരിച്ച് ഈ ലൈനിൽ തന്നെ തട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ലൈനിൽ താഴെ വന്നിട്ട് വീണ്ടും തിരിച്ചോ മുകളിലേക്ക് പോകുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കുക. ഓക്കെ, കറക്റ്റായ സമയത്ത് കറക്റ്റായി എൻട്രി എടുത്ത് പ്രോപ്പറായ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് നാളെ മുതൽ കണക്ക് കറക്റ്റായിട്ട് നമുക്ക് മന്ത്ലി ടേൺ ഓവർ നമുക്ക് എന്താണ് കിട്ടുന്നത്, ട്രേഡ് ചെയ്തതിനെ കൊണ്ട് നമുക്ക് വല്ല പ്രയോജനവുമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ട്രേഡിംഗ് ചെയ്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് എടുക്കുന്നതിലും നല്ലത് നമുക്ക് പ്രോപ്പറായിട്ട് 1-2 ട്രേഡ് എടുത്തിട്ട് 1000 രൂപയാണെങ്കിലും അത് നിരന്തരമായ ഒരു കൺസിസ്റ്റൻ്റായ ഒരു പ്രോഫിറ്റ് ഡെയിലി കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. അതിനിപ്പോൾ 1000 അല്ല 500 ആണെങ്കിലും 2000 ആണ്, എത്രയാണെങ്കിലും നിരന്തരമായിട്ട് കിട്ടുകയാണെങ്കിലാണ് നമുക്ക് ഈ ട്രേഡിംഗ് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമുള്ളൂ. ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ 3ാമത്തെ ദിവസം നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.